വിവാദമായ എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് LDFന്റെ അനുമതി. CPIയും RJDയും എതിർപ്പുന്നയിച്ചിട്ടും മന്ത്രിസഭാ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാടാണ് ചർച്ചയുടെ ഗതി തിരിച്ചത്. ആക്ഷേപങ്ങളില്ലാതെ സർക്കാർ പദ്ധതി നടപ്പിലാക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പിന്നീട് പറഞ്ഞു. 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് LDF നേതൃയോഗം മദ്യനിർമ്മാണശാല പദ്ധതിക്ക് പച്ചക്കൊടി വീശിയത്. സ്വന്തം പാർട്ടി ആസ്ഥാനത്ത് നടന്ന മുന്നണി യോഗത്തിൽ ആതിഥേയനായിരുന്നിട്ടും പദ്ധതിയോടുള്ള എതിർപ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം മറച്ചുവെച്ചില്ല. കുടിവെള്ളം, കൃഷിക്കാവശ്യമായ വെള്ളം എന്നിവയ്ക്ക് ക്ഷാമം നേരിടും എന്നതിലായിരുന്നു ബിനോ വിശ്വത്തിന്റെ ഊന്നൽ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പദ്ധതി വേണ്ടെന്ന് വെക്കണമെന്നും ബിനോ വിശ്വം ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ സംരംഭകർ ഭൂപരിഷ്കരണ നിയമത്തിന് ലംഘനം നടത്തുന്നതടക്കം ചൂണ്ടിക്കാട്ടി RJDയും മദ്യനിർമ്മാണശാല അനുമതിയെ എതിർത്തു. എന്നാൽ മന്ത്രിസഭ തീരുമാനിച്ച വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. MV ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ വാദത്തെ പിന്താങ്ങി. ഇതോടെ മുന്നണിയാകെ ആ തീരുമാനത്തിലേക്ക് വന്നു. ആക്ഷേപങ്ങളില്ലാതെ പദ്ധതി നടത്തണമെന്നാണ് മുന്നണിയുടെ നിർദ്ദേശം. പല ആശങ്കകൾ ഇത് സംബന്ധിച്ച് ഉയർത്തി വന്നിട്ടുണ്ട്. കുടിവെള്ളത്തെ ബാധിക്കുമോ, കൃഷിയെ ബാധിക്കുമോ? ഒരു തരത്തിലും കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തല്ലാതെ ഇതേപ്പറ്റി വിശദമായ ചർച്ച നടന്നില്ല. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഗവൺമെന്റിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയമാണത്. പക്ഷേ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും എടുത്ത് ഇന്നതുപോലെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ സമരം നടത്താൻ LDF തീരുമാനിച്ചു. 24 തിരുവനന്തപുരം.